ക്യാൻവയിൽ വിവിധ തരത്തിലുള്ള ലോഗോകൾ നിർമ്മിക്കാവുന്നതാണ്. ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ലോഗോ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ വലതുഭാഗത്തുള്ള ക്രിയേറ്റ് എ ഡിസൈൻ എന്നതിൽ ലോഗോയ്ക്ക് ആവശ്യമായിട്ടുള്ള സൈസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെർച്ച് ബാറിൽ ലോഗോ എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഗോ സൈസ് ലഭിക്കുന്നതാണ്. ശേഷം ഇടതുഭാഗത്തുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു എൻ്റെ ലോഗോയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്രാൻഡ് നെയിം എഴുതുന്നതിന് വേണ്ടിയാണ് ഞാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തത്. നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ലോഗോകൾ ഗൂഗിളിലോ മറ്റ് സെർച്ച് എഞ്ചിനിലോ സെർച്ച് ചെയ്ത് വിവിധ ഡിസൈൻ ഇൻസ്പിറേഷൻസ് കണ്ടെത്താവുന്നതാണ്. ഞാൻ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ എന്നിവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്തു. ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലോഗോ എങ്ങനെ നിർമ്മിക്കാമെന്ന് പല രീതിയിൽ ചിന്തിക്കാം. ഞാനിവിടെ എലമെൻറ്റ്സ് ഉപയോഗിച്ചാണ് ലോഗോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റ്സിൽ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ലഭ്യമാണ്. ഞാനിവിടെ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണലിൻ്റെ 2 ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ലോഗോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇ ആൻഡ് ഐ എന്നിവയ്ക്ക് സമാനമായ രീതിയിൽ ഒരു ലോഗോ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്ത ഷേപ്പ് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇ എന്ന ലെറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതുപോലെ തന്നെ എലമെൻറ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇ എന്ന ലെറ്ററിന് സമാനമായ രീതിയിൽ ഞാനൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ കാണാവുന്നതാണ്. ഞാനിനി ഐ എന്ന ലെറ്ററിന് സമാനമായ രീതിയിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൊട്ടേറ്റ് ഓപ്ഷനും കാണാവുന്നതാണ്. റൊട്ടേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് ഞാൻ എലമെൻറ്റിൽ ചെരിവ് വരുത്തിയത്. ഞാനിനി ആവശ്യമായ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുകയാണ്. ആദ്യമായി ചെയ്യുന്നത് ഷേപ്പ് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് പിന്നീട് എലമെൻസുകൾ ഓരോന്നോരോന്നായി മൂവ് ആവുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഇനി എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ അതിൻ്റെ ഫോണ്ടിൽ മാറ്റം വരുത്തുകയാണ്. ഞാനൊരു ഫോണ്ട് ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലോഗോയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫോണ്ട് വേണം ചൂസ് ചെയ്യാൻ. ഞാനിവിടെ എഡ്യൂക്കേഷൻ എന്ന പാർട്ട് ബോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ലോഗോ സെൻറ്ററിലായി പ്ലേസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലോഗോ എത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യണം എന്നത് തീർച്ചയായും നിങ്ങളുടെ ബ്രാൻഡിനനുസരിച്ചും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോണ്ട് സൈസിൽ കൂടി ചേഞ്ചസ് വരുത്തുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ലോഗോ. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിമിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ആശയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിവിധ രീതിയിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനി സേവ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിവിടെ 2 രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലോഗോ ട്രാൻസ്പാരൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ മുഴുവനായും ലോഗോ കിട്ടുന്ന രീതിയിലാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഡിസൈൻ ഒന്ന് നോക്കാം. ഇതാണ് എൻ്റെ ലോഗോ. ഇനി നമുക്ക് മറ്റൊരു വിധത്തിൽ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.
വളരെ എളുപ്പത്തിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണിത്. അതിനായി ഇടതുഭാഗത്തുള്ള ഡിസൈനിൽ ലോഗോ ടെംപ്ലേറ്റ്സുകൾ സെർച്ച് ചെയ്യാം. നിങ്ങൾക്കിവിടെ ധാരാളം ലോഗോ ടെംപ്ലേറ്റ്സുകൾ കാണാവുന്നതാണ്. ഞാൻ അതിൽ ഒരു ലോഗോ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇനി ഇതിലെങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം. ഞാനിവിടെ ടെക്സ്റ്റിൽ ചേഞ്ചസ് വരുത്തുകയാണ്. എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ ലോഗോകൾ നിർമ്മിക്കാവുന്നതാണ്. ഇനി സൈസ് ലോഗോയ്ക്ക് അനുസൃതമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ എന്ന ബ്രാൻഡിൻ്റെ E&I എന്നിവയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാൻ ഇപ്പോഴുള്ള ലോഗോ അതിനായി ഡിലീറ്റ് ആക്കുകയാണ്. ഞാനിനി ഇടതുഭാഗത്തുള്ള എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ എലമെൻറ്റ്സിൽ E എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ വിവിധ രീതിയിലുള്ള ഗ്രാഫിക്സ് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഒരു E എന്ന ലെറ്റർ സെലക്ട് ചെയ്തു. ശേഷം എലമെൻറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണ്. എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള കളർ ഓപ്ഷനിൽ കളർ ചേഞ്ച് ചെയ്യുകയാണ്. എലമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇനി I എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ I എന്ന് സെർച്ച് ചെയ്തപ്പോൾ വീണ്ടും വിവിധ ഗ്രാഫിക്സുകൾ ലഭിച്ചു. ഞാനിവിടെ മറ്റൊരു I എലമെൻ്റ് കൂടി സെർച്ച് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ ഏത് വിധേനയും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ എന്ന ബ്രാൻഡിൻ്റെ ലോഗോയാണ് നിർമ്മിച്ചത്. ഞാനിനി ഈ രണ്ട് എലമെൻറ്റ്സും ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനായി എലമെൻറ്റ്സ് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തു. ഇനി എലമെൻറ്റ്സ് ഒരുമിച്ച് മൂവ് ആക്കാൻ പറ്റുന്നതാണ്. എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ സെൻറ്ററിലായി പ്ലേസ് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ അനുയോജ്യം അത്തരത്തിലുള്ള ഫോണ്ട് ചൂസ് ചെയ്യുക. ഞാനിനി ടെക്സ്റ്റിൽ എഡ്യൂക്കേഷൻ എന്ന പാർട്ട് മാത്രം സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ടെക്സ്റ്റും എലമെൻറ്റും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അതിനായി എലമെൻറ്റും ടെക്സ്റ്റും ഒരുമിച്ച് ക്ലിക്ക് ചെയ്തു ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ സെൻറ്ററിലായി പ്ലേസ് ചെയ്യുകയാണ്. മറ്റൊരു വിധത്തിൽ കൂടി ലോഗോ എലമെൻറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിനായി എലമെൻറ്റ്സിൽ നിങ്ങളിപ്പോൾ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണലിൻ്റെ ലോഗോ ഒരു ബുക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. ബുക്ക് സെർച്ച് ചെയ്യുന്നതോടുകൂടി ധാരാളം ഡിസൈനുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ ലോഗോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അതിന് നിങ്ങളുടെ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള കളറ് നൽകുക. ഇത്തരത്തിൽ വളരെ സിമ്പിളായും നമുക്ക് ലോഗോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്യാൻവയിൽ എങ്ങനെ വിവിധ രീതിയിൽ ലോഗോ ഡിസൈനുകൾ നിർമ്മിക്കാമെന്നാണ് ഇന്ന് പഠിച്ചത്. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.